പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ എന്റെ പേര് ശൈല ദേവപ്രാജ്, കരിമ്പിയാണ് വീട്. മേഡം പറഞ്ഞ മാതിരി ഞങ്ങൾ സംരംഭം നടത്തിയിരുന്നു. ഓടി പിടിച്ച് ചെയ്ത് 5-8 കൊല്ലം ചെയ്തു. ഞങ്ങൾക്ക് വരുമാനം മാത്രമല്ല, ശമ്പളം മാത്രമല്ല, ലാഭവിഹിതം വരെ ഞങ്ങൾക്ക് 60,000 രൂപ മാസം കിട്ടി. അടിച്ചു പൊളിച്ച് ജീവിച്ചാണ്. അത് പറയില്ലേ, കുശുമ്പ് പറയില്ലേ, ഒരാള് നന്നാവുകയാണെങ്കിൽ അതിന് ചവിട്ടിത്താക്കാൻ ഇഷ്ടമായി ഉണ്ടാവും. പക്ഷെ നന്നാക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നന്നാക്കണേനെ കേട് വരുത്താൻ ആൾക്കാരുണ്ട്, നന്നാക്കാൻ ഒരാളുമില്ല. ഒരു 2 ദിവസമൊക്കെ നമ്മളൊരു വീട്ടിൽ വെക്കാതെ കിടന്നു, പട്ടിണി കിടന്നു, ഒരു ഇല്ലായ്മയില്ല എന്നിട്ടെന്ന് വെച്ചോ, ഒരു ദിവസം കൊണ്ട് തരും അവര്, 2 ദിവസം കൊണ്ട് തരും, പിന്നെ കൊണ്ട് തരുമോ? പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതൊരു സ്ഥിരമാവുമെന്ന് വിചാരിച്ചിട്ട് തരില്ല. അപ്പൊ നമ്മളെ നന്നാക്കാൻ നമ്മൾ തന്നെയുള്ളൂ. അപ്പൊ ആരെന്ത് പറഞ്ഞാലും കേൾക്കുക, അത് വിടുക. ഒരാളെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഒരു നെഗറ്റീവ് നമ്മുടെ അടുത്ത് കൂടെ വരില്ല. കാരണം അനുഭവമാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കമ്പനി പറയുന്നില്ലേ, അസുഖം വന്നിട്ടല്ല വരാതിരിക്കാൻ നോക്കാന്ന് പറഞ്ഞു. ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നുമില്ല, വരാതിരിക്കട്ടെ. നാളത്തെ കാര്യം പറയാനൊന്നും പറ്റില്ല, കഴിക്കുന്ന ഫുഡുകളൊക്കെ അങ്ങനെയാണ്. അത് പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ വന്ന ശേഷം, ഞാൻ ഈ വരുന്ന സമയത്ത് എന്നെ കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ കളറൊന്നും അല്ല, ഒക്കെയാണ് സാറേ. ഇതല്ല 2000 രൂപയുടെ ക്രീം. എപ്പോഴും പറയുന്ന കമ്പനി നടത്തുന്ന സമയത്ത് സാറേ 1,00,000 രൂപ കൊടുത്താലും മനസ്സിലാവും എന്റെ മുഖമൊന്ന് വെളുക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? 1,00,000 കൊടുത്താലും കാശ് ചെലവാക്കാനും റെഡി ആയിരുന്നു. പിന്നെന്താ പറഞ്ഞത്? എന്ത് സാധനത്തിനാ പറഞ്ഞത്? അത് വരെ ഞാൻ നോക്കി. കാരണം എന്താ വെച്ചാൽ കരിമുഖം ഉണ്ട് 2 സൈഡും, ഇവിടെ ഒക്കെ ഭയങ്കര കരിമുഖമാണ്. അത് ഹോർമോണിന്റെ പ്രശ്നമായിരിക്കാം. അതിപ്പോ നമുക്കറിയേണ്ട ആവശ്യമില്ല, നമുക്ക് കളറല്ല ആവശ്യം. അപ്പൊ നമ്മുടെ രമേഷ് സാർ ഉണ്ടായിരുന്നല്ലോ അവിടെ കൽമാണ്ട, ഞാൻ സാറ് വാശിയായിരുന്നു. സാറും ഞാൻ 2000 രൂപ ക്രീം മേടിച്ചിട്ട് ഫസ്റ്റ് കളർ വെക്കാൻ നോക്കിയായിരുന്നു. അപ്പൊ വെച്ചു പോയിട്ടോ, ശ്രദ്ധിക്കുകയാണ്. പിന്നെ അങ്ങനെയൊക്കെ എത്ര ക്രീം ഉണ്ടോ ആ ക്രീം ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2000 ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ പിന്നെ 50-യുടെ സൺക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. കുറെ ക്രീം 1000 മുകളിലെ ക്രീം ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പഴയ വെച്ച് ഗുണം 50 വയസ്സ് 30 വയസ്സ് കഴിഞ്ഞൊക്കെ ചുളു വരും പറഞ്ഞു. ഇപ്പോഴും എന്റെ മോട്ട് ചുളുവൊന്നുമില്ല. ഉണ്ടോ? അവരുടെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗുണമുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. എന്റെ വീട്ടിൽ പോലും ചോദിക്കും, എന്റെ അനിയത്തിന് മുഖത്തിനൊക്കെ ചുളു വരാൻ തുടങ്ങി. എന്റെ അനിയത്തിന്റെ മുഖത്തൊക്കെ ചുളു വരാൻ തുടങ്ങി. ഞാൻ പറയും, എന്നെ കണ്ട് പഠിക്കുക, കാശ് മുടക്കണം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ എന്ന് പറയും. നിന്നമാര് കാശ് മുടക്കാൻ എനിക്ക് വല്ല വാങ്ങിച്ചതാവും, വാങ്ങിച്ചതിട്ട് ഉപയോഗിക്കണ്ട. അത് പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കുമല്ലോ, വെറുതെ കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കാന്നുള്ളത്. അന്ന് മുതല് കളർ വെക്കാൻ എന്താ വെച്ചാൽ, കളർ വരാനും എന്ത് ചെയ്യാറുണ്ടോ, കൊളാജൻ കഴിക്കാന്ന് പറഞ്ഞു അല്ലേ. കളറും നല്ല, സ്കിന്ന് നല്ലതായിരിക്കും പറഞ്ഞു. വന്ന് മുതൽ കൊളാജൻ കഴിച്ചിരുന്നു. ഇപ്പൊ പുതിയ കൊളാജൻ മാറ്റി വിചാരിച്ച് വാങ്ങിച്ചിട്ടില്ല, കൊളാജൻ കഴിച്ചിട്ടുണ്ട്. ഇനി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഏത് പുതിയത് സ്റ്റാർട്ട് ചെയ്യണോ അത് വന്ന 1 മാസത്തിൽ ഞങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കും. അത് വാങ്ങിച്ച് ഉപയോഗിച്ച ശേഷം 82 കിലോ വെയിറ്റുള്ള ഞാന് സെല്ലുലാനും സെൽപവറും പിന്നെ അതിന്റെ കൂടെ കുറെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 10 കിലോ വെയിറ്റ് കുറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ശരീരം എനിക്ക് ബസ്കോളി സീറ്റ് കിട്ടുന്നു. കാരണം അത്രയും വയറാണ്. ഇത് എത്രയോളം വെള്ളമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് ഇപ്പൊ എന്താണെങ്കിലും 10 കിലോ കുറഞ്ഞു പോയി. ഇപ്പൊ ആരും സീറ്റ് തരുന്നില്ല. അല്ലാതെ മുഖത്തിന് ഷേപ്പ് മാറി, കഴിക്കുന്നതൊക്കെ ഈ വയറും പോയി. പക്ഷെ എവിടെ നിന്നുള്ളതൊക്കെ പോയെന്ന് എനിക്കറിയില്ല. അത് കഴിച്ചതിന്റെ കുറച്ച് നെറ്റ് പോന്ന്